ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന ഈ പിറവി തിരുനാൾ ദിവസം എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുകയും പിറവി തിരുനാൾ നൽകുന്ന സമാധാനവും ശാന്തിയും അനുഭവിക്കുവാൻ ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, മിശിഹായുടെ പിറവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ബേത്ലഹേമാണ്. ഇന്ന് ലോകത്ത് എല്ലായിടത്തും സംസാരിക്കപ്പെടുന്ന ഒരു പദമായിരിക്കും ബേത്ലഹേം. ബേത്ലഹേമിലെ തിരുപ്പിറവിയുടെ ദൈവാലയത്തിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾ ഇന്ന് ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും വിക്ഷേപണം ചെയ്യുന്നുണ്ട്. നസ്രത്തിൽ നിന്നും ബേത്ലഹേമിലേക്ക് അവർ പോയി. അവർ അവിടെയായിരുന്നപ്പോൾ മറിയത്തിന് പ്രസവ സമയമായി. സത്രത്തിൽ ഇടമില്ലാഞ്ഞതിനാൽ ശിശുവിനെ പ്രസവിച്ച് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി എന്നാണ് തിരുവചനം പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും കാണുന്നത് നസ്രത്തിൽ നിന്നും ബേത്ലഹേമിലേക്ക് യാത്രയാകുന്ന ജോസഫും മേരിയും ബേത്ലഹേമിലൂടെ യാത്ര ചെയ്യുമ്പോൾ മറിയത്തിന് ശിശുവിനെ പ്രസവിക്കാൻ സമയമായി. സ്ഥലമന്വേഷിച്ച് പലയിടത്തും തിരയുന്നു. ഒരിടത്തും സ്ഥലം ലഭിക്കാത്തത് കൊണ്ട് ശിശുവിനെ ഒരു കാലിത്തൊഴുത്തിൽ പ്രസവിച്ചു. അവിടെ പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ തിരുവചനം പറയുന്നത് അവർ ബേത്ലഹേമിലേക്ക് പോയി. അവിടെ ആയിരുന്നപ്പോൾ മറിയത്തിന് പ്രസവ സമയമായി. ജോസഫിന്റെ കുടുംബ വീട് എന്ന സ്ഥലമാണ് ബേത്ലഹേം. അവർ അവിടേക്ക് പോയി. തീർച്ചയായും ജോസഫിന് അവിടെ എവിടെയെങ്കിലും ഭവനങ്ങൾ കണ്ടെത്തിയിരിക്കണം. അവിടെ ആയിരിക്കുമ്പോൾ മറിയത്തിന് പ്രസവ സമയമായി. സത്രത്തിൽ ഇടമില്ലാത്തതിനാൽ അവൾ ശിശുവിനെ പ്രസവിച്ച് പുൽത്തൊട്ടിയിൽ കിടത്തിയെന്ന്. സത്രത്തിൽ ഇടം ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സത്രം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഒരു വീടിന്റെ ഗസ്റ്റ് റൂം അല്ലെ പ്രധാന റൂം എന്നൊക്കെ അർത്ഥമുണ്ട്. ലൂക്കാ സുവിശേഷകൻ സത്രം എന്ന വാക്ക് അതിന്റെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് കത്താലൂമ്യ എന്നാണ്. കത്താലൂമ്യ എന്ന വാക്ക് 2 പ്രാവശ്യമാണ് ഈ സുവിശേഷകൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന്, ഈശോ പിറക്കുന്ന സമയത്ത് കത്താലൂമ്യായി സത്രത്തിൽ ഇടമില്ലാഞ്ഞതിനാൽ ശിശുവിനെ പ്രസവിച്ച് പുൽത്തൊട്ടിയിൽ കിടത്തിയ കാര്യം പറയുന്നിടത്താണ്. അത് സത്രം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. സത്രം, കത്താലൂമ്യ എന്ന വാക്കിന് സത്രം, അതിഥി മുറി എന്നെല്ലാം അർത്ഥമുണ്ട്. അത് ഒരു ഭവനത്തോട് ചേർന്നുള്ള അതിഥി മുറിയാകാം, അല്ലെങ്കിൽ യാത്രക്കാർക്ക് വേണ്ടി തയ്യാറാക്കുന്ന പ്രത്യേക അതിഥി മന്ദിരങ്ങളുമാകാം. ലൂക്കാ സുവിശേഷൻ 2 പ്രാവശ്യമാണ് കത്താലൂമ്യ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, ഈശോയുടെ പിറവിയോടനുബന്ധിച്ച് സത്രത്തിൽ ഇടം ലഭിച്ചില്ല എന്ന് പറയുന്നതിന് വേണ്ടി. രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത് അന്ത്യത്താഴത്തിന്റെ സമയത്താണ്. ഒരു ഭവനത്തിന്റെ കത്താലൂമ്യയിലാണ്, ഗസ്റ്റ് റൂമിലാണ് അന്ത്യത്താഴം നടത്തുന്നത്. അതുകൊണ്ട് കത്താലൂമ്യ എന്ന വാക്ക് 2 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു, അതിഥി മുറി എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ബേത്ലഹേമിൽ യൗസേപ്പും മേരിയും ബേത്ലഹേമിൽ ഒരു ഭവനത്തിലായിരിക്കുകയും അതിൻ്റെ പ്രധാന സ്ഥലത്ത് ഗസ്റ്റ് റൂമിൽ ഇടമില്ലാത്തത് കൊണ്ട് അതിനോട് ചേർന്നുള്ള ഗുഹയിൽ ശിശുവിനെ പ്രസവിച്ച് അവിടെ പുൽത്തൊട്ടിയിൽ ശിശുവിനെ എടുത്തു കിടത്തിയെന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. ബേത്ലഹേമിലെ ഭവനങ്ങളിൽ, അക്കാലത്തുണ്ടായിരുന്ന ഭവനങ്ങൾ ഗുഹകളോട് ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരുന്നു. ഗുഹയുടെ മുൻപിൽ ഭവനം പണിയുന്നു. ഇന്നും നമ്മൾ ബേത്ലഹേമിൽ ചെന്നു കഴിഞ്ഞാൽ ഇപ്രകാരമുള്ള ഗുഹകളും അതിനോട് ചേർന്നുള്ള വീടുകളും കാണുവാൻ സാധിക്കും. പ്രകൃതിദത്തമായ ഗുഹകളുടെ മുൻപിലേക്ക് വീട് പണിയുന്ന രീതികൾ അക്കാലത്തുണ്ടായിരുന്നു. ഇന്നും ബേത്ലഹേമിൽ ചില ഭവനങ്ങളോട് ചേർന്ന് ഇപ്രകാരം ഗുഹകൾ കാണാം. ഇപ്രകാരമുള്ള ഗുഹകളിൽ തണുപ്പ് കാലങ്ങളിൽ വളർത്തു മൃഗങ്ങളെയും കയറ്റി പാർപ്പിച്ചിരുന്നു.
അങ്ങനെ വളർത്തുമൃഗങ്ങളെ പാർപ്പിച്ചിരുന്ന ഗുഹകളിൽ വളർത്തുമൃഗങ്ങൾക്കൊക്കെയുള്ള തീറ്റയും മറ്റ് സാധനങ്ങളുമൊക്കെ വെക്കുന്നതിന് വേണ്ടി ഉയർന്ന പീഠങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്രകാരമുള്ള പീഠങ്ങളെയാണ് പുൽത്തൊട്ടിലുകൾ എന്ന് വിളിച്ചിരുന്നത്. യോസേപ്പും മറിയവും ബേത്ലഹേമിലെ ഏതെങ്കിലുമൊക്കെ ഒരു ഭവനത്തിലായിരുന്നിരിക്കാം. അവിടെയായിരുന്നപ്പോൾ മറിയത്തിന് പ്രസവ സമയമായി. ആയിരുന്ന ഭവനത്തിന്റെ ഗസ്റ്റ് റൂമില്, അതിഥി മുറിയില് ഇടമില്ലാഞ്ഞതിനാൽ ഇപ്രകാരമുള്ള ഗുഹകളിലേക്ക് മാറി അവിടെ ശിശുവിന് ജന്മം നൽകി പുൽത്തൊട്ടിയിലെടുത്ത് കിടത്തി എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. അങ്ങനെയാണ് ബേത്ലഹേമിലെ പുൽത്തൊട്ടിലിൽ ഈശോ കിടക്കുന്നതായി തിരുവചനം പറയുന്നത്. ദൈവപുത്രൻ മനുഷ്യനായി മണ്ണിൽ അവതരിക്കുവാൻ തെരഞ്ഞെടുത്ത സ്ഥലമാണ് ബേത്ലഹേം. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം ഹീബ്രു ഭാഷയിൽ ബേത് ലേഹം, അപ്പത്തിന്റെ ഭവനമെന്നാണ്. അപ്പത്തിന്റെ ഭവനത്തിൽ അപ്പമായി മാറുന്നവൻ വന്നു പിറക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ബേത്ലഹേം ഈശോയെ സ്വീകരിച്ച ഭവനമായി മാറി. ഇന്ന് ബേത്ലഹേമുകൾ നമ്മുടെ അൾത്താരകളാണ്. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അൾത്താരകൾ രക്ഷകന്റെ ഭവനമായി മാറുകയാണ്, അപ്പത്തിന്റെ ഭവനമായി മാറുകയാണ്. അൾത്താരയിൽ നിന്നും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും ബേത്ലഹേമുകളായി മാറ്റപ്പെടുന്നുണ്ട്. നമ്മിൽ മിശിഹ വന്ന് പിറക്കുമ്പോൾ നാം ബേത്ലഹേമുകളായി മാറുന്നു. ഇന്ന് ബേത്ലഹേം പാലസ്തീനായിലെ ഒരു സ്ഥലമാണ്. ബേത്ലഹേമിലെ ഇപ്പോഴത്തെ ഭാഷ അറബിയാണ്. അറബി ഭാഷയിൽ ബേത് ലേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസത്തിന്റെ സ്ഥലം എന്നാണ്. ബേത്ലഹേമിൽ മാംസത്തിന്റെ ഭവനത്തിൽ മുറിക്കപ്പെടേണ്ടവനായ മിശിഹ വന്നു പിറന്നു എന്നത് ചരിത്ര യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അങ്ങനെ ബേത്ലഹേമിൽ മാംസത്തിന്റെ ഭവനത്തിൽ മാംസം മുറിക്കപ്പെടുന്നതാണ്. അങ്ങനെ ബേത്ലഹേമിൽ മുറിക്കപ്പെടേണ്ടവൻ വന്നു പിറന്നു എന്നുള്ളതാണ്. മിശിഹ തന്നെ മുറിച്ച് മനുഷ്യകുലത്തിനു വേണ്ടി നൽകിയതാണ് പരിശുദ്ധ കുർബാന. അങ്ങനെ മിശിഹ അപ്പമായി മുറിച്ചു നൽകുന്നു. മിശിഹ തന്നെ മുറിച്ച് നൽകിയതിന്റെ ഓർമ്മയാണ് ബേത്ലഹേമിൽ നിറവേറുന്നത്. തന്റെ ദൈവത്വം മനുഷ്യത്വത്തോട് ചേർത്തുകൊണ്ട് മനുഷ്യനായി അവതരിച്ച മിശിഹ തന്റെ ജീവിതം അവരിനു വേണ്ടി മുറിച്ചു നൽകുകയാണ്. ബേത്ലഹേം നമ്മോട് ആവശ്യപ്പെടുന്നതും മുറിക്കപ്പെടുന്നവരായി മാറുവാനാണ്. നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമ്പോൾ നാമും മുറിക്കപ്പെടുന്നവരായി മാറുക. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്നവരാണ്. മക്കൾ പ്രായമായ മാതാപിതാക്കന്മാർക്ക് വേണ്ടി മുറിക്കപ്പെടേണ്ടവരാണ്. അപ്രകാരം തന്നെ സമൂഹത്തിൽ ഓരോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ സമൂഹത്തിനു വേണ്ടി സ്വയം മുറിക്കപ്പെടേണ്ടവരായി മാറുകയാണ്. ബേത്ലഹേം നമ്മോട് ആവശ്യപ്പെടുന്നതും മുറിക്കപ്പെടുന്നവരായി മാറുക, പങ്കുവെക്കുന്നവരായി മാറുക എന്നുള്ളതാണ്. ബേത്ലഹേം എന്ന വാക്ക് ഹീബ്രു ഭാഷയും അറബി ഭാഷയും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപേയുണ്ട്. പ്രാചീന സംസ്കാരത്തിലെ യുദ്ധദേവന്റെ ഭവനം എന്ന അർത്ഥത്തിലാണ് ബേത് ലഹൂം എന്ന സ്ഥലപ്പേരുണ്ടാകുന്നത്. ലഹൂം യുക്തദേവന്റെ ഭവനായിരുന്നു. യുക്തദേവന്റെ ഭവനം എന്ന അർത്ഥത്തില് ബേത് ലഹൂം എന്ന സ്ഥലപ്പേരുണ്ടായി. ആ ബേത് ലഹൂമിൽ വന്നു പിറന്നത് സമാധാന രാജാവാണ്. മിശിഹ വന്നു പിറന്നപ്പോൾ സമാധാനത്തിന്റെ സന്ദേശമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഭൂമിയിൽ സമാധാനമായി വന്ന മിശിഹായുടെ പിറവിയാണ് നാം ഇന്ന് ആചരിക്കുന്നത്. അങ്ങനെ യുദ്ധദേവന്റെ ഭവനത്തിൽ സമാധാനത്തിന്റെ രാജാവ് വന്ന് പിറന്നു. അതാണ് ബേത്ലഹേം. നമ്മുടെ ഹൃദയങ്ങളെ സമാധാനത്തിന്റെ ഭവനങ്ങളാക്കി മാറ്റുവാൻ, നാം വസിക്കുന്ന കുടുംബങ്ങളെ സമാധാനത്തിന്റെ ഭവനങ്ങളാക്കി മാറ്റുവാൻ, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ സമാധാനത്തിന്റെ വക്താക്കളായി മാറുവാൻ ഉള്ള സന്ദേശമാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത്. അപ്രകാരം ബേത്ലഹേം അപ്പത്തിന്റെ ഭവനം, സ്വയം അപ്പമായി മാറിയവൻ വന്ന് പിറന്നെടുത്ത് നാം ഓരോരുത്തരും അപ്പമായി മാറുവാൻ, അപ്പത്തിന്റെ ഭവനമായി മാറുവാൻ, ബേത്ലഹേം മാംസത്തിന്റെ ഭവനത്തിൽ മനുഷ്യകുലത്തിനു വേണ്ടി മുറിവേൽക്കുന്നവൻ, മുറിക്കപ്പെടുന്നവൻ വന്നു പിറന്ന സ്ഥലത്ത് നാമും ബേത്ലഹേമാകുവാനുള്ള സന്ദേശം നൽകുന്നു. സ്വയം മുറിക്കപ്പെടുവാൻ, പങ്കുവെക്കുവാനുള്ള സന്ദേശം ബേത്ലഹേം നമുക്ക് നൽകുന്നു. യുദ്ധദേവന്റെ ഭവനത്തിൽ സമാധാന രാജാവ് വന്ന് പിറന്ന മണ്ണിൽ സമാധാനത്തിന്റെ മക്കളാകുവാനുള്ള സന്ദേശം ഉൾക്കൊണ്ട് ബേത്ലഹേമായി മാറുവാൻ നമുക്ക് സാധിക്കും. അതിനുള്ള കൃപ നമുക്ക് ഈ ക്രിസ്തുമസ് ദിനത്തിൽ പ്രാർത്ഥിക്കാം. ബേത്ലഹേം നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളുവാൻ, അത് ജീവിക്കുവാൻ മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസിന്റെ, മിശിഹായുടെ പിറവി തിരുനാളിന്റെ
മംഗളങ്ങൾ ആശംസിക്കുന്നു. ഉണ്ണീശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.